തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് കുഴിക്കാട്ടുശ്ശേരിയിൽ മഷിക്കുളം എന്ന തറവാട്ട് കുളത്തിൽ ആരംഭിച്ച് പലയിടങ്ങളിലായി 20 വർഷം കൊണ്ട് 20,000-ഓളം പേരെ നിലയില്ലാ വെള്ളത്തിൽ പ്രത്യേക പരിശീലന രീതിയോടെ സൗജന്യമായ നീന്തൽ പഠിപ്പിച്ച MS ഹരിലാലാണ് ഇന്ന് നമ്മളോടൊപ്പം. മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഹരിലാലിനെ കുറിച്ച് പറയുന്നു. ശ്രീ ഹരിലാൽ വിദഗ്ധനായ ഒരു നീന്തൽ പരിശീലകനാണ്. അനേക വർഷങ്ങളായി ഒട്ടനവധി ആളുകളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന വളരെ നല്ല വ്യക്തിത്വം. എളുപ്പമാർഗത്തിലാണ് അദ്ദേഹം നീന്തൽ പഠിപ്പിക്കുന്നത്. ട്യൂബുകളൊക്കെ ഇട്ട് വളരെ നല്ല നിലയിൽ കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹം നീന്തൽ പരിശീലിപ്പിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വളരെ വർഷങ്ങളുടെ അടുപ്പമുണ്ട്. ഞാൻ MLA ആയ സമയത്ത് എല്ലാ കുട്ടികളും നീന്തൽ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ എന്നെ ഒരുപാട് സഹായിക്കുകയുണ്ടായി. എല്ലാവർക്കും സഹായിയായിട്ടുള്ള നല്ല നീന്തൽ പരിശീലനായിട്ടുള്ള മഷിക്കുളം കുളത്തിലാണ് അദ്ദേഹം നീന്തൽ കൂടുതലായിട്ട് പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ശ്രീ MS ഹരിലാൽ, താങ്കളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അച്ഛൻ സുദർശന മാസ്റ്റർ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നീന്തൽ ചാമ്പ്യനായിരുന്നു, കായിക അധ്യാപകനായിരുന്നു. അതിനുശേഷം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ മുമ്പ് തന്നെ അങ്ങനെ ഒരു പാരമ്പര്യം വീട്ടിലുണ്ടായിരുന്നു. ഇത് സ്വന്തം കുളം, വീട്ടുകുളം, തറവാട്ടുകുളം 1 ഏക്കറുള്ള കുളം. അപ്പോൾ മുൻപ് പഠിപ്പിക്കാറുണ്ടെന്നറിയാം. പിന്നെ ഈ ട്യൂബിൽ കാറ്റ് നിറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പുതിയ രീതി ഉണ്ടാക്കി വളരെയധികം സ്കൂളുകളിലൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും അറിയാം. തുടക്കം എങ്ങനെയായിരുന്നു? ഇപ്പോൾ കൂടുതൽ പേരിവിടെ എത്തുന്നതിനുള്ള കാരണം എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്കൂട്ടറിൻ്റെ ട്യൂബ് പഞ്ചറായി ട്യൂബ് വന്നപ്പോൾ അത് വെള്ളത്തിൽ കിടന്നപ്പോൾ പൊന്തി കിടന്നു. ഇപ്പോൾ മോന് 2 വയസ്സ്. അപ്പം അതിനെ ട്യൂബിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ടപ്പോൾ അവൻ റെഡി ആയിരുന്നു, വെള്ളത്തിൽ നിൽക്കും. ഞാൻ അങ്ങനെ ഒരു മുള എടുത്തുവന്ന് അവനെ പിടിപ്പിച്ച് തള്ളി വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ മുള അങ്ങോട്ട് വിരിച്ചപ്പോൾ അവൻ ബാലൻസ് ചെയ്തു. അപ്പോൾ എനിക്ക് ആശയം തോന്നി, ഈ പിള്ളേരെ പഠിക്കാൻ നല്ല ഒരു ഇതാണല്ലോ. ആദ്യമെല്ലാം ഞങ്ങൾ വലിയ ട്യൂബുകൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് പഠിച്ച് വന്നപ്പോൾ അതാണ് ഇത് ഏറ്റവും ചെറിയ ട്യൂബ് മതി. ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ പഴയ വിവാർ ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് മതി, കാല് വീട്ടാൽ മതി, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളുടെ ആൾക്കാരുടെ ധൈര്യമില്ലായ്മയാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ ചേട്ടാനിമാരുടെ പിള്ളേരെ പഠിപ്പിച്ചു, അതിന് നാട്ടുകാരെ പഠിപ്പിച്ചു. സ്കൂളുകളിൽ ഒരു 10-20,000 പേര് പഠിച്ചു പോയിട്ടുണ്ട്. അവരുടെ അഡ്രസ്സൊക്കെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പക്ക രജിസ്റ്ററാണ് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഡെയിലി വരുന്ന അറ്റൻഡൻസ് ഉണ്ട്. ഡെയിലി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് കുളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പോൾ വളരെയധികം പേര് മാഷ കൂടെ ഉണ്ട്. ഇപ്പം തന്നെ ഇപ്പോൾ ബിജുമോനുണ്ട്, സജീവൻ, പിന്നെ ജിനേഷ്, നവീൻ, 4 പേരുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ മുൻപൊക്കെ വന്നപ്പോൾ ഇതിലും കൂടുതൽ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് വെക്കേഷൻ ഞങ്ങൾ ഈ പഞ്ചായത്തുകളിൽ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 8 പഞ്ചായത്ത് കിട്ടി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 10 ദിവസമാണ് ഷെഡ്യൂൾ. 10 ദിവസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് 100 പിള്ളേർ അറ്റ് ടൈം ഇറക്കും. അങ്ങനത്തെ കുളങ്ങൾ അതായത് പഞ്ചായത്ത് കണ്ടെത്തും, എന്നിട്ടാണ് ഇറക്കുന്നത്. 10 ദിവസം കൊണ്ട് 95% പിള്ളേരും ഒരു 25 മീറ്റർ സുന്ദരമായിരുന്നു. ഇപ്പോൾ നമ്മൾ നീന്തലിൻ്റെ അപകടങ്ങളെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ അറിയാറ് ചുഴിയിൽ പോയി അല്ലെങ്കിൽ പുഴയിലൊക്കെ മുങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ആളുകൾക്ക്, ഇപ്പോൾ 10, 40, 50 വയസ്സായ ആളുകൾക്ക് വരെ നീന്തൽ അറിയാതെ വളരെയധികം പേരുണ്ട്. പണ്ടൊക്കെ കുളത്തിലും തോട്ടിലൊക്കെ നീന്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഇവിടെ പുതിയ തലമുറയ്ക്കാണെങ്കിൽ നീന്തൽ പഠിക്കാൻ തീരെ നിർവാഹമില്ല. കാരണം ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ, ഗ്രാമത്തിലൊക്കെ ഉള്ള കുളങ്ങളൊക്കെ ചണ്ടി വന്ന് മൂടിക്കെടുക്കുകയാണ്. പിന്നെ ചില കുട്ടികളൊക്കെ പിന്നെ കുറച്ചുകൂടി ഉയർന്ന നിലവാരമുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയൊക്കെ നീന്തൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പഠിപ്പിക്കുന്നത് വളരെയധികം ഇറങ്ങിച്ചെല്ലുന്നുണ്ടല്ലോ ആളുകളിലേക്ക്. സ്കൂളുകളിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ കുട്ടികൾ തയ്യാറെടുത്ത് മുന്നോട്ട് വരും. വളരെയധികം അധ്യാപകരുടെ പിന്തുണ ഉണ്ടാവും. ആദ്യം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പരിചയം കൊണ്ടും പറയുന്നു, പിള്ളേരെ അല്ല പഠിക്കേണ്ടത്, രക്ഷിതാക്കളെ പഠിക്കേണ്ടത്. രക്ഷിതാക്കളിലുള്ള പേടി പിള്ളേരിൽ വരാണ്. അതാണ് പിള്ളേരിൽ പേടി വരാനുള്ള കാരണം. ആദ്യം പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളെ പഠിപ്പിക്കാൻ പിള്ളേർക്ക് പേടി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ രക്ഷിതാക്കളും പഠിപ്പിക്കുന്നത്
അവരും പഠിക്കട്ടെ. ഈ രാവിലെ ആണുങ്ങൾക്കും വൈകിട്ട് 4 മണിക്ക് ശേഷം പെൺകുട്ടികൾക്കും അമ്മമാർക്കും മാത്രമായിട്ടാണ് സെക്ഷൻ. ഇപ്പൊ ഒരു ആണുങ്ങളും കുട്ടികളും അല്ലെ, ആണുങ്ങളും കുട്ടികളും ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ശേഷം പെൺകുട്ടികളും അമ്മമാരും ഒരു 10-15 പേരെങ്കിലും ഡെയിലി വരുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ സമയം കണ്ടെത്തും. അതിനിടയ്ക്ക് ഞാൻ കമ്പനിയിലും പോകണ്ട ഞാൻ ചോദിക്കുന്നത്. അപ്പൊ കമ്പനിയിലെ കണ്ടതോ അല്ല, പൂർണ്ണ ചുമതല വെച്ചാൽ കമ്പനിയിൽ ഏറ്റവും ഉയർന്ന കൈകാര്യം ചെയ്യുന്ന ജോലിയാണല്ലോ ഉള്ളത്. അപ്പൊ യാത്രകളൊക്കെ വേണ്ടി വരില്ലേ? യാത്രകളൊന്നും ഇല്ല ഇപ്പൊ യാത്രകളില്ല, പണ്ടായിരുന്നു യാത്രകൾ. അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ ഒരു 3 മിനിറ്റൊക്കെ വെള്ളത്തിൽ കിടന്ന് നമ്മൾ ആരായാലും മരിച്ചു പോകുന്നൊരു സ്ഥിതിയുണ്ട്. 3 മിനിറ്റ് ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു 2 മിനിറ്റ് മാക്സിമം അതുണ്ടാവില്ല. നമ്മൾ എന്നിട്ടും കുട്ടികളെ അത് പഠിപ്പിക്കാണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്. ചിലപ്പോൾ നമ്മൾ പഠിക്കാണ്ട് ഒക്കെ പലരും അപ്പം പ്രായത്തിലുള്ളവരൊക്കെ പഠിക്കാണ്ടൊക്കെ ഇതുവരെയൊക്കെ കുഴപ്പമില്ലാണ്ട് കാണുന്നുണ്ടാവും. പക്ഷെ പലർക്കും ആ പ്രായത്തിലുള്ളവർക്ക് അടുത്ത് കുളങ്ങളും തോടുകളൊക്കെ ഉണ്ടായിരുന്നു. കാലത്ത് കുളത്തിൽ പോയി കുളിക്കുന്ന ഒരു ആഘോഷം, കളി, മത്സരം അങ്ങനെയൊക്കെ ആയിരുന്നു. വാസ്തവത്തിൽ ഞാൻ മാത്രമേ ഈ കുളത്തിൽ കുളിക്കുള്ളൂ. കുളിക്കാൻ വേണ്ടി വരുന്നത്. ഓക്കെ, പണ്ട് ഇവിടെ ക്യൂ ആയിരുന്നു. ഇപ്പൊ പഠിച്ച് പോയതിന് ശേഷം കുട്ടികൾ പിന്നെ വന്ന് കുളിക്കാറുണ്ട്. ധാരാളം പേരുണ്ട്. അവരെ രാവിലെ അനുവദിക്കും. കുളത്തില് നമ്മളോട് പറഞ്ഞതിന് ശേഷം മാത്രം കുളത്തിൽ എല്ലാ ദിവസവും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. എങ്ങനെ പഠിച്ചു പോയ കുട്ടിയാണെങ്കിലും ഇറങ്ങുന്ന ആളുടെ എവിടെ എപ്പോഴായാലും ഇവിടെ ആരെങ്കിലും ഉണ്ടാവും. പുതിയ കുട്ടികളെ ഇത് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ കുളത്തിൽ ചെയ്യുന്നത് തികച്ചും സൗജന്യമാണ്. പ്രൊജക്ട് വെച്ച് പഞ്ചായത്തുകളിൽ പോകുമ്പോൾ ഞങ്ങൾ ഹൈലി പ്രൊഫഷണൽസാണ്. അപ്പോൾ ആ പ്രൊജക്ട് അതുപോലെ നമ്മൾ എത്ര പേരെ കൊണ്ട് യാത്ര ചെയ്ത് അവിടെയൊക്കെ പോയി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര പേര് 3-4 പേരില്ലാണ്ട് നടക്കില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് അംഗീകാരങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട്? അംഗീകാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്വാളിഫൈഡാണ്. ഈ RLS എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കോഴ്സും പാസ്സായ പല വിധത്തിൽ പാസ്സായ കുട്ടികളാണ്. ഇപ്പം നീന്തലൊരു കായികനാണ്. കായികൻ എന്ന് പറയുമ്പോൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്താൽ നമുക്ക് സമ്മാനം കിട്ടും. അപ്പോൾ നീന്തലിൻ്റെ പരിശീലകർ അങ്ങനെ അറിയപ്പെടുന്നുള്ളൂ. പക്ഷെ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പരിശീലകർ അങ്ങനെ ആരും അറിയപ്പെടുന്നില്ല. അതപ്പോൾ എല്ലാവരുടെ പോലുള്ള അപൂർവം ആളുകളാണ്. നമ്മൾ നീന്തൽ പഠിക്കുന്നത് ഒരു മത്സരത്തിന് വേണ്ടിയുള്ള കായികമല്ല, ജീവൻ രക്ഷ. നീന്തൽ പഠിപ്പിക്കണം കൊടുക്കണം. പിന്നെ പഠിപ്പിച്ചതിന് ശേഷം നീന്തൽ അവർക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ഇനീഷ്യൽ ഇത് മാത്രമേ വെള്ളത്തിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടാം. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയും വെള്ളത്തിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏത് വെള്ളത്തിൽ പോയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്യാവശ്യം പിടിച്ച് മുക്കി വെള്ളത്തിലേക്ക് താഴ്ത്തി നമ്മളിപ്പോ എടുത്തിട്ടുണ്ട്. അതൊക്കെ കുട്ടികളൊക്കെ വളരെ ചെറിയ കുട്ടികൾ നമുക്ക് തന്നെ ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടിച്ച് പിള്ളേരുടെ സകലവിധ പേടികളും മാറ്റും. അപ്പോൾ ഒരു എത്ര ദിവസം കൊണ്ട്? 3 ദിവസം കൊണ്ടൊക്കെ എല്ലാം റെഡി ആവില്ലേ? മാക്സിമം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം. അത് കഴിഞ്ഞാലും പിന്നെ എത്ര ദിവസം വരും? ഒരു 10 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് വരുന്നത്. 20 മിനിറ്റ് സ്വതന്ത്രമായി നീന്തുന്നവർക്ക് ഞാൻ ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാദമിയുടെ പേരിൽ സർട്ടിഫിക്കറ്റും കൊടുക്കണ്ടല്ലോ. അത് 25 മീറ്റർ നീന്തണം. ആ മരത്തിന്റെ മുകളിൽ ചാടി ഇവിടെ എത്തുമ്പോൾ 25 മീറ്റർ ആണല്ലോ. അപ്പൊ അത് അവർക്ക് എല്ലാവർക്കും അത് കിട്ടില്ലേ? എല്ലാവർക്കും കിട്ടില്ല. കിട്ടാൻ പറ്റുന്നത് ചെറിയ കുട്ടികളല്ല. വരാൻ താല്പര്യമില്ല. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പൊ ഒരു എന്തെങ്കിലും പഠിച്ചൊരു തോന്നലൊന്നും പിന്നെ വരില്ല. അതൊരു അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം. വിറച്ചിമ്പുകളൊന്നും ഇല്ല. തൊട്ടടുത്ത് വീടുകൾ ഇപ്പോൾ അല്ലാണ്ട് വീട് വെച്ച് ഇവിടെ അടുത്തൊരു വീടൊന്നുമില്ല. അത് വരുമ്പോഴും നല്ലൊരു അന്തരീക്ഷം. പിന്നെ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ ഇത്രയധികം ആൾക്കാരെ നമ്മൾ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിന് വല്ല സർക്കാരിൻ്റെ പുരസ്കാരം എന്നാൽ സ്കൂളുകളിലും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആദരിച്ചൊക്കെ നമുക്കറിയാം. സർക്കാരിൻ്റെ എന്തെങ്കിലും പുരസ്കാരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മളതിന് ശ്രമിച്ചിട്ടില്ല. അത് പോയിട്ട് യാതൊരു ഇതില്ലാത്തതുകൊണ്ട് അല്ല മന്ത്രിമാർ നമ്മളങ്ങനത്തെ ഇതിനു വേണ്ടിയല്ല ചെയ്യണത്. അതുകൊണ്ടാണ്
അത് ചെയ്യേണ്ടത് മറ്റുള്ളവർ അത് ചെയ്യേണ്ടതാണ്. മന്ത്രിമാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട്, ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. എൻ്റെ വൈഫ് തുമ്പൂർ സ്കൂളിൽ അച്ഛന്മായിരുന്നു. ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ നീന്തൽ പഠിപ്പിച്ചു. അതിൻ്റെ ഉദ്ഘാടനം പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു വന്നിട്ടാണ് ചെയ്തത്. ഇവിടെ പിന്നെ MP-മാരൊക്കെ വന്നിട്ടുണ്ട്, അറിയാം, കണ്ടിട്ടുണ്ട്, വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ MLA-മാർ ഇവിടെ എത്താത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. പിന്നെ ഓരോ സ്കൂളുകളിൽ ഇപ്പോൾ പ്രൊജക്റ്റായിട്ട് പോകുമ്പോൾ അവിടെ ജനപ്രതിനിധികളും MLA അവരൊക്കെ ആയിട്ടല്ല, അതിൽ ഉദ്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങുകളിലൊക്കെ അവരൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ ഒരു നീന്തൽ പഠിപ്പിക്കുക എന്ന് പറയണത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ചേട്ടന്മാരെ കൂടെ പോയിട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ല പക്കതയുള്ള കൂട്ടുകാരൻ വേണം. മറ്റൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും സ്വന്തമായിട്ട് എല്ലാ കാര്യം ചെയ്യണം. ഇറങ്ങുന്നതും അവൻ തന്നെ, ആരും സഹായമില്ലാതെ, ഞങ്ങളുടെ നിരീക്ഷണം മാത്രമേ ഉള്ളൂ. സഹായമില്ലാതെ ഇറങ്ങി അവൻ സ്വയമായിട്ട് ചെയ്യണം. അമ്മമാരെ ഒരു പരിധിവരെ അവിടെ നിർത്തും, മാറ്റി നിർത്തും. അപ്പൊ ഒരു ബനിയൻ പോലും അഴിക്കാൻ കഴിയാത്ത കുട്ടികളാണ് വരുന്നത്. അപ്പൊ കൈ ഇങ്ങനെ പൊക്കി നിൽക്കും. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ. രക്ഷിതാക്കളെ അടച്ച് ചിതറുന്ന സ്വഭാവമുണ്ട്. കുട്ടികളെ കുറവായിരിക്കും ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഇടയിൽ നമ്മൾ അത് സൗജന്യമായിട്ട് ഇവിടെ വെച്ച് ചെയ്യണത് പൂർണ്ണമായിട്ട് സൗജന്യം. ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ കാരണം ചെയ്തപ്പോൾ ഫസ്റ്റ് അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അതും പൂർണ്ണമായിട്ട് സൗജന്യമായിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ എന്തായാലും കൂടുതൽ ആളുകൾ ഇത് അറിയണം. കാരണം ഇത് പലപ്പോഴും നീന്തൽ പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയൊന്നല്ലല്ലോ. അല്ല, അപ്പോൾ ആ രീതി ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കാനും പേടി മാറ്റണം. അതുപോലെ തന്നെ ഈ എയർ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആ സിസ്റ്റം വളരെ നല്ലതാണ്. കാരണം എങ്ങനെയായാലും അവൻ്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചുള്ള ട്യൂബ് കൊടുത്ത് അതിൽ എയർ നിറച്ച് ഈ 20 വർഷത്തിനിടയ്ക്ക് ഒരു അപകടത്തിന്റെ സൂചന പോലും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് കാര്യം. അതിന്റെ കാരണം നമ്മളുടെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ എന്ന് വെച്ചാൽ ഒരു കുട്ടിയും നമ്മൾ പറയാതെ ട്യൂബ് ഇടാൻ പാടില്ല. കാരണം അവന്റെ ശരീരത്തിന് അനുയോജ്യമായ ട്യൂബ് മാത്രമേ കൊടുക്കുള്ളൂ. പല അളവിലുള്ള ട്യൂബുകൾ, വലിയവർക്ക് വലുത്, അത് ഇവരെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര വിജയകരമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ പ്രധാനമായിട്ട് വന്നിട്ട് നീന്തൽ പലരും പഠിപ്പിക്കുന്നുണ്ടാവും പല സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ഒരു പുതിയൊരു ശൈലി ഉണ്ടാക്കിയിട്ട് പുതിയൊരു ശൈലി കൂടെ കുട്ടികൾക്ക് ഭയമില്ലാണ്ട് രക്ഷിതാക്കൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവന്ന് എവിടെയും പോയി ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ വേറെ ആരും അത് സ്വീകരിച്ചതായിട്ട് കണ്ടിട്ടില്ല അല്ലേ? അതിങ്ങനെ വേറെ ട്യൂബിന്റെ കാര്യം മാത്രമല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നത് വേറെ കാര്യം കൂടിയുണ്ട്. നിലയില്ലാത്ത വെള്ളത്തിലാണ്. ഇവിടെ നിലയില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിലയില്ലാത്ത വെള്ളത്തിൽ പഠിപ്പിക്കണം. അങ്ങനെ നിലയില്ലാത്ത വെള്ളത്തിൽ പഠിപ്പിക്കാൻ കുറച്ച് ആത്മധൈര്യം കൂടി വേണം. നമുക്കും വേണം. അതാണ് കുട്ടിക്കാണ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. അത് 20 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇതുവരെ അതിന് ഇവരുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമ ഞങ്ങളുടെ. ഇപ്പൊ ഇന്നിപ്പോ ഒരു 4 പേരെ കണ്ടുള്ളൂ അല്ലേ? ഇതിന് മുൻപ് ഒരാളും കൂടി ഉണ്ട്. പുള്ളി ജോലി ഉദ്യോഗസ്ഥനാണ്. നല്ല പേരാ സോണി. ഓക്കെ. ജിനേഷിനും ഇവരൊക്കെ ഇങ്ങനെ. പിന്നെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ 6:30 തുടങ്ങും. രാവിലെ 7:30 കഴിയും. ഞങ്ങളുടെ എല്ലാവർക്കും ജോലിക്കാരാണ്. അപ്പൊ പിന്നെ ആ ജോലിക്ക് അത് തടസ്സമില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇത്ര നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയട്ടെ. അത് മാത്രമല്ല ഒരു നല്ല അംഗീകാരം തേടിയെത്തണം എന്ന് ആശംസിക്കുന്നു.